ജന്മപാതയിലൂടെ നടന്നു വരുന്ന രാഗിനി അമ്മൂമ്മ, മുത്തും വിക്രമൻ, മായാവിയും. എൻ്റെ ദൈവം, ഈ മാലകളൊക്കെ തോറ്റി എന്താ വിചാരം? മായാവി, വിക്രമൻ, മുത്ത് ശരിക്കും ഒരു തലവേദന കഥ എഴുതി അടിക്കണമെന്ന്. നമസ്കാരം ഉണ്ടത്. നമസ്കാരം ഇങ്ങനെ പറഞ്ഞ നമസ്കാരം ഇങ്ങനെ പറഞ്ഞാൽ പോരെ? ഇങ്ങനെ പറഞ്ഞ് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല രാവിലെ. സാറല്ലേ സുപ്രസിദ്ധ തിരക്കഥാകൃത്തും സംവിധായകനുമെല്ലാമായ സതീഷ് അന്തിക്കാട്. ഞങ്ങളാണ് സുപ്രസിദ്ധരാകാൻ പോകുന്ന രണ്ട് മിമിക്രിക്കാര്. സാറപ്പോൾ പുതിയതായിട്ടൊരു പടം എഴുതുന്നുണ്ടല്ലോ. ഞങ്ങളെ വെച്ച് പിടിച്ചാൽ സാറിന് ഇതൊരു ബ്രേക്ക് ആകും. അല്ല, ഐശ്വര്യമുള്ളവർ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ പ്രൊഡ്യൂസർ ഓട്ടോമാറ്റിക്കലി വരുമല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മിമിക്രികൾ ചെയ്യുന്ന ഒരു ആൾക്കാരാണ് ഞങ്ങൾ. സാറൊരു കാര്യം ചെയ്യും, ആദ്യം ഒന്ന് കാണ് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വിളിച്ചാലും ഞങ്ങൾ വരും. ഇപ്പൊ കുറെ സിനിമാടന്മാരുടെ ഒക്കെ ശബ്ദം കൃത്യമായിട്ട് എടുക്കും. ഇപ്പൊ സാറ് ലാലുവലസിനെ വെച്ച് പടം പിടിച്ചാൽ ലാലുവലസിന്റെ ഡബ്ബിങ് ഇവൻ ചെയ്യും. പേഴ്സുണ്ടോ സാറിന്റെ കയ്യില്? അല്ല, ചെയ്തു. പേഴ്സണലായിട്ട് ചോദിക്കുക, നീ മേടയിലിട്ടിച്ചെന്റെ മകളാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ നിന്റെ പ്രസന്റേഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഇല്ലെങ്കിൽ വേണ്ട, ഈ കണ്ണ സ്വത്തും സാമ്രാജ്യമൊക്കെ മോഹിച്ച് തന്നെയാ ഞാൻ വന്നത്. അത് കിട്ടാതെ ഞാൻ പോവുകയല്ല. നീ ചാൻസ് മോഹിച്ചല്ലേ വന്നത്, സ്വത്ത് സാമ്രാജ്യം എന്നൊക്കെ ചുമ്മാ തിരിച്ചു പറയുന്നത്. അവന്റെ സാറ് ഓക്കെ സാറേ, എന്റെ കാര്യം എങ്ങനെയെങ്കിലും. സാറിന് പേടിയുണ്ടോ? ക്രൈം ഫയൽ സാറ് കാണാറുണ്ടോ സൂര്യ TV-യിൽ? അതിന്റെ സത്തം കേൾപ്പിച്ചു തരാം. ക്രൈം ഫയൽ കേട്ടോണേ. സമയം രാത്രി കൃത്യം 12 മണി. രാത്രിയുടെ 2-ാം യാമത്തിൽ സോമന് ഉറക്കം വന്നില്ല. ഇതാണ് ശാന്ത പതിവായി കുളിക്കാറുള്ള കുളിക്കടവ്. സംഭവം നടന്ന ദിവസം ശാന്ത കുളിക്കുന്നത് കണ്ടവരുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയുവാൻ മറക്കാതെ കാണുക ശാന്തയുടെ ക്രൈം ഫയൽ നാളെ രാത്രി 10:30. ഞങ്ങളുടെ എന്റെ കാര്യം ഓക്കെ അല്ലേ? പേടിച്ചില്ലല്ലോ. പിന്നെ ഇനി ചോദിച്ചു സാറിന് എന്നാ ഇവന്റെ അടുത്ത വെറൈറ്റി സാറിന് കേൾക്കണോ? വെറൈറ്റി ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇവനെ പറ്റി സാറിന് കൃത്യമായിട്ട് അറിയാൻ മേലാത്തോണ്ട് സാർ വന്നത്. സാർ ഇപ്പൊ കമലഹാസനെ വെച്ചൊരു പടം പിടിച്ചാൽ കമലഹാസന് എത്ര രൂപ കൊടുക്കണം? 2 ലക്ഷം രൂപ വേണമല്ലോ. അഭിനയിച്ച് കഴിയുമ്പോൾ 1 ലക്ഷം, ഡബ് ചെയ്ത് കഴിയുമ്പോൾ 1 ലക്ഷം അല്ലേ നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ വേറൊരു പണിയുണ്ട്. സാറ് കമലഹാസനെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ട് 1 ലക്ഷം കൊടുത്ത് വിടുക, ബാക്കി 1 ലക്ഷം കയ്യിലിരിക്കാണല്ലോ. ഇവനെ വിളിച്ച് ഡബ് ചെയ്തിട്ട് ആ 1 ലക്ഷം ഇവന് കൊടുത്താൽ മതി. അപ്പോഴും സാറിന് 1 ലക്ഷം രൂപ ലാഭമല്ലേ? சின்ன வயசுலிருந்து எல்லாருமே நல்ல தைரியமான பிள்ளை என்று தான் சொல்லுவிதம். நானும் அப்படித்தான் இருந்தனும். ஆனா கொஞ்ச நாளா ஏதோ ஒரு பயம்தான் டாக்டர். காடு பயம் எனக்கு, வீடு பயம் எனக்கு, கூடு பயம் எனக்கு, குளம் பயம் எனக்கு, ஞண்டு பயம் எனக்கு, செண்டு பயம் எனக்கு, செண்டுக்குள்ள இருக்க வண்டும் பயம் எனக்கு. எல்லாம் சிவமயம் என்று சொல்லும் போது என்ன பொறுத்த வரைக்கும் எல்லாமே ഭയമയംதான். എനിക്ക് ഭയങ്കര ഭയമാണ്. പക്ഷേ സാറോർക്കൽ ഈ ഭയമുള്ളവരെയും വിളിച്ചുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. എന്നാ കാര്യം എന്നറിയോ? ഇവൻ മിമിക്രി കോളേജിൽ നിന്ന് ഡിപ്ലോമ എടുത്തുകൊണ്ട് വന്നവനാ. ഇങ്ങനെ വൃത്തിയായിട്ട് കാണിച്ചാണ് ആരോട് വന്നത്? മാന്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോരാ, അതിന് വല്ല പിള്ളേരെ ഡിപ്ലോമ എടുത്തു പറഞ്ഞ കാര്യമുണ്ടോ? പിന്നെ പേനയോ പെൻസിലോ പുസ്തകമൊക്കെയാണ് സാധാരണ പിള്ളേരെ അങ്ങനെ എടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഡിപ്ലോമ എടുക്കാൻ മോശമാണ്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് പിന്നെ എന്റെ അടുത്ത് കൊടുക്കും. അവിടുന്ന് ഡിപ്ലോമ കൊടുക്കാൻ അവിടെ വേണ്ടേ? അത് അങ്ങോട്ട് സാധനത്തിൽ ഇങ്ങോട്ട് പറഞ്ഞ കാര്യമുള്ളൂ. അപ്പൊ ഒരു സമയം പോലീസ് പിടിച്ചോളൂ. അതല്ല പറഞ്ഞത്. ഇവൻ അങ്ങനെ അന്യന്റെ സാധനം എടുക്കുന്നവനൊന്നും അല്ല. ഇവൻ അന്യന്റെ സൗണ്ട് എടുക്കുന്നവനാ. മറ്റേ സാധനം അന്യന്റെ സാർ അന്യൻ പടം കണ്ടോ? എനിക്കൊരു പ്രൊഡ്യൂസറെ പിടിച്ചിട്ട് ഈ പടം ഇറക്കി എന്റെ പടം കാണാൻ വേണ്ടിയിരിക്കുക. സാറേ അതല്ല, വിക്രം അഭിനയിച്ച അന്യൻ എന്ന് പറഞ്ഞൊരു പടം തമിഴിൽ ഇറങ്ങി. സിനിമയെ പറ്റി വല്ല അറിയാമെങ്കിലല്ലേ നീ അന്യന്റെ സത്തം കേൾപ്പിച്ചു കൊടുക്കും. എന്നാ அம்பி வெறும் பூச்சி, அப்பிராணி, கையாளாத கேஸ். எங்க தப்பு நடந்தாலும் கம்ப்ளைண்ட் கொடுத்துக்கிட்டு கேஸ் போட்டுக்கிட்டு அழுதுகிட்டு இருப்பானுங்க. அவனால எந்த அந்நியத்தையும் நிறுத்த முடியாது. ஆனால் நான் நிறுத்துறேன். தர்மான் பரித்யக்த மாமேகம் சர்வம் பிரஜா மிருத்யோன்மாயே மாப்யசம் மோக்ஷயிஷ்யாமி மாக்ஷிச. സൂപ്പറാണല്ലോ. അപ്പൊ ഡേറ്റും സമയം പ്രേമന്റ് നമ്മൾ വന്ന് അഭിനയിച്ചു കാര്യത്തിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മിമിക്രി ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്ത് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടോ?
സ്റ്റേജ് ഞങ്ങളുടെ ജീവിക്കുന്ന സ്റ്റേജ് പരിപാടിയും കൊണ്ടല്ലേ ഇഷ്ടം പോലെ പരിപാടി ഉണ്ട്. അവന് ജീവിക്കാനുള്ള കാശൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ജീവിക്കാൻ കുഴപ്പമില്ല, നമുക്ക് ജീവിച്ചു പോവാം. ഈ ഇന്നത്തെ കാലത്ത് മിമിക്രി ഉണ്ട്, അത് 300 രൂപ കിട്ടുമായിരിക്കും ആദ്യം. 300 10 വർഷം മുമ്പ് സാർ. ഇപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആവും, നല്ല പേയ്മെന്റ് ഉണ്ട്. എങ്ങനെ പോയാലും 500 രൂപ കിട്ടും. 500 അല്ല 750 രൂപ കിട്ടും ഒരു സ്റ്റേജിൽ. ഇവന് 750, എനിക്ക് 700. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ അരമണിക്കൂർ ഷോയ്ക്ക് 1500 രൂപ ഞങ്ങൾ മേടിക്കുന്നത്. എത്ര കിട്ടും? 1500 രൂപ ഞങ്ങൾക്ക് ഒരു ഇതിന് കിട്ടും. രണ്ടുപേർക്കൂടെ 1500 രൂപ കിട്ടും. ഉവ്വ. മാസത്തിൽ 3-4 പേരുടെ കാണുമായിരിക്കും. മോഞ്ഞല്ല. അപ്പൊ ബാക്കി 10-15 ആര് കളിക്കും സാറേ? ഞങ്ങൾക്ക് ഒഴിവില്ല. 25 പരിപാടി ഒരു മാസം. ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് അറിയോ? 25 പരിപാടി ഉണ്ട് സാറേ. 25 പരിപാടി ഉണ്ട് ഒരു മാസം? ഉണ്ട്, ഈശ്വരനാണ് അത്. ഉണ്ട്. 25 പരിപാടി. 25 പരിപാടി 25 × 1500 32,000 രൂപ കൃത്യമായിട്ട് കിട്ടും. സത്യമായിട്ടും 32,000 രൂപ ഒരു മാസം കിട്ടും. സത്യമായിട്ടും കിട്ടും. ഈ കഥ എഴുത്ത് നിർത്തി മക്കളെ, എന്നെ കൂടെ മിമിക്രിക്ക് കൊണ്ടുപോകണം.